ഹലോ! ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത് ഒരു അംബ്രല്ല കട്ട് ഫ്രോക്കിന്റെ ഒരു കട്ടിങ്ങും പിന്നെ ഒരു വെയിറ്റ് ലോസിന്റെ ചെറിയൊരു റെസിപ്പിയും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പം നമ്മൾ ഈ ഒരു ഫ്രോക്കും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു രീതിക്കാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പം നമ്മൾ സ്ലീവും കാര്യങ്ങളും നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും എല്ലാം ഈ ഒരു രീതിക്കാണ് വന്നിട്ടുണ്ടായത്. കഴിഞ്ഞൊരു യെല്ലോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ചെറുതായിട്ട് ഞാൻ ഏകദേശം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത് കേട്ടോ. ഇതുപോലെ തന്നെ സിബും കാര്യങ്ങളെല്ലാം നമ്മൾ ലോങ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ബോഡി പാർട്ട് മാത്രമല്ല കുറച്ച് താഴത്തായിട്ടാണ് സിബും കാര്യങ്ങളെല്ലാം കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് വൈഡായിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഇടാനും ഊരാനും ഈസി ആയിരിക്കും. പിന്നെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെയാണ് നെക്കും നമ്മളെ ബോഡി ഷേപ്പ് ചെയ്യുന്ന ആ ഒരു സൈഡും ആം ഹോളിൻ്റെ സൈഡും സ്ലീവിൻ്റെ ഷേപ്പിങ്ങും എല്ലാം ഈ ഒരു രീതിക്ക് തന്നെയാണ് ഫുള്ളി ഹൈഡായിട്ടാണ് നമ്മൾ ഫ്രോക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെതായ നീറ്റിൽ തന്നെയാണ് എല്ലാം ചെയ്ത് കൊടുക്കാറുള്ളത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പഫ് സ്ലീവാണ് വന്നിട്ടുണ്ടായത്, നല്ലൊരു ബോൾ സ്ലീവ് ആയിട്ടുള്ളത്. അതും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങെല്ലാം ചെയ്യാറുള്ളത് കേട്ടോ. ഒട്ടുമിക്ക പേർക്കും ഈ ഒരു അംബ്രല കട്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫ്ലെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം നമ്മൾ ഇത് ലെങ്ത് കുറയുന്നോളം ഫ്ലെയർനെസ് കുറയും. അപ്പൊ അത് കുറച്ച് കൂട്ടാനുള്ള ഒരു ട്രിക്കാണ് ഈ ഒരു കട്ടിങ്ങിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളും ഇതുപോലെ അംബ്രല കട്ടിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ എന്താ പറയുക സൈഡായിട്ട് മടക്കി വെച്ചതിന് ശേഷം ലൈനിങ്ങിന്റെ ഫോൾഡിങ് സൈഡും മെയിൻ ക്ലോത്തിന്റെ ഫോൾഡിങ് സൈഡും ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് വീഡിയോ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലൈറ്റ് ആയി പോയി കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പൊതുവേ അംബ്രല കട്ടിന് നമ്മൾ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കാറുള്ളത്, മേൾഭാഗത്ത് ഒരു ടാപ്പ് വെച്ച ശേഷം നമ്മൾ ലെങ്ത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ മാർക്കിങ് ചെയ്തിട്ടല്ലേ നമ്മൾ സ്കേർട്ടിനും കാര്യങ്ങളും ചെയ്യാറുള്ളത്. ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇത്. ഏകദേശം ഫ്രണ്ടിലോട്ടിലേക്ക് 15-20 ഇഞ്ച് ഏകദേശം വരും കേട്ടോ. നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്കും മാക്സിമം നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ഫ്ലയർനെസ് എടുത്തിനെങ്കിൽ നല്ല രീതിക്ക് ഫ്ലയർ ആയിട്ടുള്ള ഒരു അംബ്രല ഫ്രോക്ക് തന്നെ കിട്ടും. ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടായത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവും കാര്യങ്ങളും പഫ് സ്ലീവ് ബലൂൺ സ്ലീവാണ് വന്നിട്ടുണ്ടായത്. എൻഡ് ഭാഗത്ത് കപ്പെല്ലാം വെച്ചിട്ട് പീറ്റർ കോളറയാണ് ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ സ്റ്റോണും കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനലി ഈ ഒരു ഫ്രോക്കിൻ്റെ ലുക്ക് വരുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി ജിമ്മിച്ചോ ക്ലോത്തിലാണ് ചെയ്തിട്ടുണ്ടായത്, ബ്ലാക്ക് കളറിൽ. പിന്നെ അംബ്രല കട്ട് ഫ്രോക്കിന്റെ താഴ്ഭാഗത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് ഒരു ഫോട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിന്. അത് ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ടായിന്. അത് ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇനിയിപ്പം വന്നിട്ടുണ്ടായത് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് എങ്ങനെ ഉണ്ടാക്കാന്നില്ലത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറേ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്ന് എന്നൊരു രീതിക്ക് ഞാൻ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായത്. അപ്പൊ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തായാലും ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു വീഡിയോ ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായത്. അപ്പം 2 ബോളിലായിട്ട് നമ്മൾ കാൽ കപ്പ് വീതം ഓട്സ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടായത് ഈത്തപ്പഴം, കാഷ്യൂ, ബദാം, ആപ്പിൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ ചിയാ സീഡ് ഇതെല്ലാം അതിൽ മസ്റ്റാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് കണ്ടിട്ടുണ്ടായത് കേട്ടോ. അപ്പം അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഓട്സ് എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായത് അതിനനുസരിച്ചിട്ട് തന്നെ മിൽക്കും അതേപോലെ ആഡ് ചെയ്യുക. ഞാനിപ്പം സാധാ മിൽമ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. ഏത് മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ കുറച്ച് നട്ട്സെല്ലാം ആഡ് ചെയ്യുന്നുണ്ടായത്. അതും രണ്ടും ഒരേപോലെ 2 ബോളിലും ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക ഈത്തപ്പഴം അതേപോലെ തന്നെ രണ്ടും ബോളിലാക്കിയിട്ട് ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ടായിന്.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിക്കാണ് ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായത്. എന്താ പറയാ ലാസ്റ്റ് ഇതിന്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടായിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാഷ്യും നട്ട്സും ബദാമും അതെല്ലാം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ടുണ്ടായത് ആപ്പിളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാട്ടോ. കയ്യിലുള്ളത് വെച്ചിട്ട് മാത്രം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയാന്നുള്ള രീതിക്ക് മാത്രമാണ് ഇത് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം ആഡ് ചെയ്യാം. പക്ഷെ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ അമ്മ അത് കഴിക്കാൻ നേരത്ത് ഫ്രൂട്ട്സ് ആഡ് ചെയ്താലും അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മധുരം കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തേന് ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സിലും ഈ എന്താ പറയുക ഈത്തപ്പഴം കാര്യങ്ങളെല്ലാം ചേർക്കുന്നത് കൊണ്ട് മധുരം കാര്യങ്ങളെല്ലാം അതിൽ ഓൾറെഡി ഉണ്ടാവും. എങ്കിലും കഴിക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ഇതുപോലെ ഹണി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ മൂടിയും കാര്യങ്ങളെല്ലാം അടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഇത് കഴിക്കലാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ലത് പറയാലോ. ഞാൻ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയാന്നുള്ള രീതിക്കാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ മോൾക്കും വല്ല അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ വീണ്ടും പോയിട്ടുണ്ടായിന്. അപ്പം മോള് നല്ലൊരു പാസ്തയും നല്ലൊരു ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന്. ചെറിയ മോൾക്കാണെങ്കിലും സ്റ്റിച്ചിങ്ങിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യാനെല്ലാം കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഞാൻ അവൾക്കൊരു ചെറിയൊരു പണിയും കൊടുത്തിട്ടുണ്ടായിന്. അപ്പം അതെല്ലാം കഴിഞ്ഞ് രാവിലെ കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.